തൊഴിക്കും. ഈ തൊഴയിൽ കൊള്ളാൻ പേടിച്ചിട്ട് ഞാൻ ദൂരത്തിന്റെ കട്ടിന് കീഴയിലേക്ക് പകർന്നു. എന്നാലും മണം പിടിച്ചിട്ടെന്നപോലെ ഇവൻ എന്നെ കണ്ടുപിടിക്കും. എന്നതാ അമ്മച്ചിയെ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഒരു പദം പറച്ചില്? ആരോടാ? എന്നതാ അമ്മച്ചിക്ക് പറ്റിയേക്കണത്? ഇപ്പൊ പറയാതിരുന്നിട്ട് എന്നാത്തിനാ? എടിയേ, അമ്മേ, ആങ്ങളെ പോയെന്ന്. എന്നതാ? ഇതിലും വലുത് വന്നിട്ട് ഈ മറിയം പേടിച്ചിട്ടില്ല. അറിയാമോ ഇതൊക്കെ? എത്ര നേരാച്ചി കയറ്റിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കും? സങ്കടം ഉണ്ടാകത്തില്ലയോ? ഒരേ ചോര തന്നല്ലയോ? ഒരേ ചോര? അതെങ്ങനെയാടി മറിയക്കുട്ടി ഒരേ ചോരയാവുന്നേ? അതെങ്ങനെയാടി മറിയക്കുട്ടി, സോഷ്യലിസ്റ്റ് മറിയക്കുട്ടി ഒരേ ചോരയാവുന്നേ? പറയടി, പറയേ. ഇപ്പം പറയണേലും കാര്യമുണ്ട്. 6 പോലീസുകാരില് ആരാ ഇവന്റെ അപ്പന്ന് ഞാൻ എങ്ങനെയാ കാട്ടിക്കൊടുക്ക? എങ്ങനെയാ ഉറപ്പിക്ക? പക്ഷെങ്കിൽ ഇമ്മാനുവലെ, നീ എന്നെ അടിക്കും, തൊഴിക്കും, ചവിട്ടി അരയ്ക്കും. ഇവിടെ ഇരുന്ന് കുടിക്കും, കുടിച്ചുറങ്ങും. അപ്പോഴൊക്കെ നിന്നോട് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കത് നിനക്കറിയാവുന്നതാണെങ്കിലും ചില സങ്കടങ്ങൾ. ഇപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് അതൊക്കെ ഒന്ന് പറയണം. ഇപ്പോഴാവുമ്പോ നീ എന്നെ തൊഴിക്കുകയല്ലോ, കുടിക്കത്തിന് പിടിച്ചിരിക്കുകയല്ലോ. അതാ ഇപ്പം ഇമ്മാനുവലെ, എന്റെ അമ്മച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടാ. അമ്മച്ചി അപ്പച്ചനും മരിച്ച് നാത്തൂമാരുടെ പോരും സഹിച്ച് കഴിഞ്ഞോണ്ടിരുന്ന എന്നെ ചോലത്തോടൻ വർക്കി മകൻ കണ്ടു. എങ്കും പൂകൾ വയറ്റിലുള്ള കാലത്ത് തോപ്പിലാശാനും പുതുപ്പള്ളി ആശാനും പോറ്റിസാറും ഒക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. തട്ടുംപുറത്തും ഉമ്മറത്തും ചീനിവേളയിലൊക്കെ അവരുടെ അടക്കി പിടിച്ച സംസാരം. അന്നമോളുടെ സ്ലേറ്റില് അരിവാളിന്റെ ചിത്രം. ഒരു ദിവസം മദ്ദലീനെ കൊഞ്ചി പറയാ, ഈ ഗ്ലാസ് ചിന്താവാന്ന്. ഞാൻ ചോദിച്ചു, അതൊരു നോവേനയാടി. വിളിച്ചു ചൊല്ലി പ്രാർത്ഥന. ആരെയാന്നാ വിളിച്ചു ചൊല്ലുന്നത്? നല്ല കാലത്ത്, ഒരു നല്ല കാലം, ആരും പട്ടിണി കിടക്കാത്ത, ആരും സങ്കടപ്പെടാത്ത ഒരു നല്ല കാലം.
അവിടെ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വേർതിരിവില്ല. എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന നല്ല കാലം. വലിയ വലിയ വർത്താനങ്ങളാണല്ല. പോലീസിന്റെ ഇടി കൊള്ളുകയല്ലേ? കുറച്ചിടിയൊക്കെ കൊള്ളും. ജയിലിൽ പിടിച്ചിടുകയല്ലേ? ഇടും. അപ്പൊ ഞാനും പിള്ളേരുമോ? അതാ എന്റെ സങ്കടം. എന്തിനാന്നാ സങ്കടം? ഇടികൊള്ളാനൊക്കെ എനിക്കും പറ്റുവേ. വീഞ്ഞും കുടമേ. എന്നതാണേ? എന്നാത്തിനാടി അനിമോളെ ഇങ്ങനെ കിടന്ന് കരയണത്? വയസ്സ് 10-65 ആയില്ലേ? എന്നാത്തെ അനുഭവിച്ചു? പിന്നെ എന്നാ? അമ്മച്ചിയോട് നിനക്ക് കലിയുണ്ടാവും. എന്നാത്തിനാടി ഇങ്ങനെ പെട്ടിട്ടെന്ന് ഈ പലതവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നീ കടന്നു വീണതിന് ശേഷം നീ അനുഭവിച്ചത് മാത്രം നിനക്ക് വലുതായി തോന്നും. അതിനു മുമ്പ് ഈ അമ്മച്ചി അനുഭവിച്ചിട്ടുണ്ട്, നിന്റെ പെങ്ങളുമാർ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാലത്തിനും വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ശൂരനാട്ട് കമ്മ്യൂണിസ്റ്റ് കലാപം. ഗവൺമെന്റിന്റെ സേനയിലെ 6 പോലീസുകാരെ ചോരക്കോട്ട് വർക്കിയെന്ന കൊടും കുറ്റവാളിയും കമ്മ്യൂണിസ്റ്റുമായയാൾ കൊന്നിരിക്കുന്നു. കൊടും ഭീകരനും കമ്മ്യൂണിസ്റ്റുമായ ചോരക്കോടിന്റെ തലയ്ക്ക് 1000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. കണ്ടുപിടിച്ചു തരികയോ കണ്ടുപിടിക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് സർക്കാർ 1000 രൂപ ഇനാം നൽകുന്നതാണ്. അന്ന് രാത്രി തന്നെ എന്നെ പിള്ളേരെയും കൂട്ടി എനിക്ക് പരിചയമില്ലാത്ത വാളകത്തേക്ക് ഒളിവിപ്പോയി. അന്ന് രാത്രി ഞാൻ അനുഭവിച്ചത് വിളി. എന്റെ നെഞ്ചു കത്തണത് നിങ്ങൾ അറിയുന്നുണ്ടാ? നമ്മുടെ അന്നക്കുട്ടി, പേരിക്കുട്ടി, മാകിപ്പെണ്ണും വലിയ മോള്, ഇവരെയൊക്കെ ഇവിടെ കഴിഞ്ഞു പോകാൻ എനിക്കാവില്ലേ? മറിയപ്പെണ്ണെ, ആർക്കും ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്ന നല്ല കാലത്തിന് വേണ്ടിയിട്ടാ നമ്മൾ ഇവരിവിടെ കളയുന്നത്. പോവാ, പൊടിക്കുഞ്ഞിനെടുത്തോ. കരയല്ലേ, കൊച്ചുകൾ ഉണരും. ഉണരുന്നതിന് മുമ്പ് പോവാം. വിളി. ഈങ്കിലാ സിന്ദാബാ. മലമുകളിൽ ഒളിത്താമസം. മക്കളൊക്കെ പോയി. കൂടെ ഉണ്ടായിരുന്ന മരിയക്കൊച്ചു വീണ് പനിച്ചു വിറച്ചു കിടക്കുന്ന കൊച്ചിനെ ഇരയാക്കി പോലീസുകാര് കാവലിരുന്നു ചോലക്കോടനെ പിടികൂടാൻ. രാത്രിയിൽ അപ്പൻ എന്റെ വർക്കിച്ചായും വന്ന് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് മാത്തും പതുങ്ങിയും വന്ന് കൊച്ചിനെ എടുത്ത് തോളത്തിട്ട് പോലീസിനെ വെട്ടിച്ചൊരൊറ്റ ഓട്ടം. നിറവയറുമായി പുറകെ ഞാനും.
എടുത്തു, വലിയ അതിലിട്ടും കൂടി. അറിയോടാ നിനക്ക്? അന്ന് രാത്രി പോലീസ് അടിവാരം വളഞ്ഞു. ചോലക്കോടൻ വർക്കിയെ അറസ്റ്റ് ചെയ്തു. അത് പോലീസുകാരനെ കൊന്നവരല്ലേ? ഏലാസകലം ചങ്ങല ചുറ്റി വലിച്ചോണ്ട് പോകുമ്പോ ഉച്ചക്കാട്ടില് ചോരക്കുഞ്ഞിനെയും പിടിച്ച് തരിച്ചു നിൽക്കുന്ന എന്നോട് പറയുക, മറിയക്കുട്ടി, വീണു പോവരുത്. എന്നെ ഇവരിടിക്കും, ചവിട്ടും, ഉരുട്ടും. അതിനിടയിൽ ഞാൻ ചിലപ്പോ ചത്തുപോകും, ഇല്ലെങ്കിൽ ഇവന്മാര് കൊല്ലും. പക്ഷേ ഒരു ചരിയെങ്കിലും ജീവൻ ബാക്കിയുണ്ടേലേ ഞാൻ തിരിച്ചു വരും, ഉറപ്പ്. നീ പിടിച്ചു നിൽക്കണം മറിയക്കുട്ടി. നമ്മളൊക്കെ ഇല്ലാണ്ടാവും, പക്ഷേ നല്ല കാലം വരും, വരും. ചോരക്കുഞ്ഞിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലെത്തിയപ്പോ വീടിരുന്നിടത്ത് തങ്ങമാക്കാൻ പണി തന്നില്ല, ഒരിച്ചു വെള്ളം തന്നില്ല. പക്ഷെങ്കില് വരേണ്ടവന്മാര് വന്നു. ഒന്നും രണ്ടുമല്ല, 6 7 ഓർമ്മയില്ല. അതെ, സോഷ്യലിസ്റ്റുകാർമാരിക്കേ ഒച്ചരിവാളും ചുറ്റുകയായിട്ട് പുറത്തോട്ട് വരും. കൊള്ളാം, പോലീസുകാര് പെരുമാറിയതാ. ഇനിയിപ്പോ കയ്യിലൊരു ലാത്തിയെ പിടിച്ച് പോലീസ് നോക്കി വെച്ചോണ്ടാണോ കൊച്ചു പുറത്തേക്ക് വരിക? അതേടാ, അതെ. നിനക്കൊക്കെ നാവിട്ടടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാ സഖാവുമൊക്കെ ജയിലിൽ പോയി കിടക്കണത്. അങ്ങനെ ഒരു നല്ല കാലം സ്വപ്നം കണ്ടു എന്നുള്ള കുറ്റത്തിനാ ഞാൻ ഈ ഗർഭം ചുമക്കണത്. ഞാൻ ഈ കൊച്ചിനെ പെറും, പോറ്റും. കുഞ്ഞുങ്ങളെ പോറ്റാൻ ഈ മറിയക്കുട്ടി പിഴച്ചു. ചോലക്കോടന്റെ ഭാര്യ മറിയക്കുട്ടി പിഴച്ചു. സ്നേഹിച്ചില്ലടാ, നിന്റെ മകനെ വിളിച്ചില്ലല്ലോ, സഖാവേന്നല്ലേ വിളിച്ച്. 6 പോലീസുകാരിൽ ആരുടെ ഛായയായവനെന്ന് നാട്ടുകാര് തർക്കിക്കാൻ തുടങ്ങുമ്പോ ഇവനങ്ങ് മുതിർന്നിരുന്നു. ഒരു ദിവസം അപ്പന്റെ മുഖത്ത് കാറി തുപ്പില്ലടാ. വിപ്ലവം അവന്റെ അമ്മയുടെ തേങ്ങാക്കൊലെന്ന് പറഞ്ഞ് ഒക്കെ താക്കില്ലടാ. അന്ന് തൊല്ല അപ്പം ഇല്ലാതായത്. വളർന്ന
അങ്ങേയറ്റം കുടിച്ചു. ഒച്ച വെച്ച തമാശ പറഞ്ഞു. ഇച്ചിരി ചീനി വേവിച്ച് താഴെയാണ് എന്നോട് ആവശ്യപ്പെട്ടു. ചീനി വേവിച്ചതും കാന്താരി ചതച്ചതും നോക്കി മക്കളെയൊക്കെ ചുറ്റിലിരുത്തി ലാളിച്ചു. അറിയക്കുട്ടി കൊഞ്ഞും കുടമേന്ന് വിളിച്ച് എന്റെ നെറ്റിയിലും അവിടത്തൊക്കെ മാറി മാറി ഉമ്മ വെച്ചു. പിറ്റേന്ന് കാലത്ത് കടവായി ചോര ഒലിപ്പിച്ച് മരിച്ചോർക്ക് കാതും കേൾക്കും. ഈ എന്നാത്തിനാണ് ആ കഥയത്? അമ്മച്ചിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല. ഒരു തന്തയില്ലാത്ത കൊച്ചിന്റെ എണ്ണ അമ്മച്ചിക്ക് അറിയാം. അതൊരു ആണിന്റെ അവന്റെ മോൻ കരി കയറിയാല് പൊതിരെ തല്ലും തൊഴിക്കും. ഓടുക്ക ഈ കസേരയിൽ വന്നിരുന്നു നേരത്തെ വാങ്ങിച്ചു വെച്ച വല്ല ബ്രാൻഡിയോ ചാരായോ എടുത്ത് കുടിക്കും. ആ സമയത്ത് അവന്റെ അടുത്ത് ഞാൻ വേണം. അവരിൽ വായിലിട്ടുള്ള കിടത്തം കാണുമ്പോ ചങ്കു പൊട്ടും. ഇന്നലെ ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഇനി തൊഴിൽ കഴിഞ്ഞ് ഈ കസേരയിൽ വന്നിരിക്കുമ്പോ അമ്മച്ചിയെ എന്ന് പറഞ്ഞു വിളിച്ചു. പൊട്ടിയ കല്യാണത്തിന് ഒരു പച്ചമുളകിന്റെ കഷ്ണയം ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് വരുമ്പോഴേക്കും നീ എപ്പോഴാണോ മകനെ ഈ വിഷമണ്ണ തൊഴിച്ചു വെച്ചത്? ഈ അമ്മച്ചി അനുഭവിച്ചതൊക്കെ ആർക്കു വേണ്ടിയാണ്? ഇനി ഈ അമ്മച്ചീന് എന്റെ പെങ്ങളുമാരെയൊക്കെ തല്ലാനും തൊഴിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ ഇനി ആരാടാ ഈ മകളെ? വിട്ടുതരില്ല. ഇതെന്റെ സ്മരണയാണ്, എന്റെ അവകാശം. എടാ, ഈ തറയില് 6 പോലീസുകാര് മാറി മാറി എന്നെ കടിച്ചു തീർന്നോ? നീയൊക്കെ എവിടെയായിരുന്നടാ? വന്നിരിക്കുന്നു അവകാശം പറഞ്ഞത്. കാട്ടിൽ വെച്ച് യൂർദിനെ തെറ്റിട്ടപ്പോ ആ പൊക്കിൽ കൊടി കടിച്ചു മുറിച്ചത് നിന്റെ അപ്പനാണ്. നിന്റെ അപ്പനല്ല, സഖാവും. അങ്ങനെ ഒരുപാട് കഴിഞ്ഞു. ആ ചോരയായിരുന്നു. പിന്നെ 5-6 പോലീസുകാരി അമ്മച്ചിയുടെ ശരീരം ഉഴുതു മറിച്ചപ്പോഴും ഈ ചോര പറ്റി. ഇല്ലാടാ ഇമ്മാനുവലെ, പോവച്ചോ. അമ്മച്ചിക്ക് അല്ലാതെ വേറൊന്നും തരാനില്ലടോ മകനെ. കരയല്ലേ എന്ന് പറഞ്ഞില്ല എന്നെ? കരയല്ലേ? മനസ്സിലങ്ങ് ഉറപ്പിക്ക്. നിങ്ങളുടെ ആങ്ങളെ ഇമ്മാനുവൽ മരിച്ചിട്ടില്ല, ഈ അമ്മച്ചിയും മരിച്ചിട്ടില്ല. ഓലക്കോടം വർക്കിന്ന് പറയണ നിങ്ങളുടെ അപ്പനും മരിച്ചിട്ടില്ല. പള്ളി തോപ്പിലാരും ഈയമ്മും ആരും മരിച്ചിട്ടില്ല.
ഒക്കെ പോയാലും ഒരുപിടിയെ ആ നല്ല കാലം അമ്മച്ചി ഇവിടെ കാവലുണ്ട്. അനുഭവങ്ങളുടെ കുന്തിരിക്കോ പൊക്കച്ചോണ്ട് മക്കളെ അപ്പം പഠിപ്പിച്ചു തന്ന മൊബൈൽ ഒന്ന് ചൊല്ലേടി, കരയാതെ ഉറക്ക ചൊല്ല്. ആ ഇംഗിലാ സിന്ദാബാദ്.